ഞാൻ എന്നെക്കൊണ്ടങ്ങ് പറ്റും, ഇതൊക്കെ വളരെ സിമ്പിൾ ടാസ്ക്കാണ്, എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റും, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. പക്ഷെ അതൊരിക്കലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാവരുത്. നമ്മൾ കുറേ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല, അങ്ങനെ ആവരുത്. മെയിനായിട്ട് ഈ ബേസിക്സ് മനസ്സിലാവാതെ നിങ്ങൾ വിട്ടാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന 200 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും കിട്ടുകൂടാ. കുറേ പേര് കൺട്രോൾഡ് കോഴ്സിൽ കിട്ടാൻ മാർക്കുണ്ടെങ്കിലും സൂപ്പർവൈസറിൽ പോയി ജോയിൻ ചെയ്യും. കാരണം അവർക്ക് എക്സ്റ്റേണൽ സോഴ്സിലുള്ളവർക്ക് കൺട്രോൾഡിലുള്ളവർക്ക് മാത്രമേ കിട്ടുമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയട്ടെ, ബ്രില്യൻ്റ് ഇതിൽ റിക്വസ്റ്റ് വരുന്നത് ഈ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ റിഗാർഡിംഗ് ആണ്. അപ്പം സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൻ്റെ ഒരു ലിസ്റ്റൊക്കെ അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 98% മാർക്കായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ എനിക്ക് എടുത്തു തരുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് 98%-ൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഹോസ്റ്റൽ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ആൻസർ ടു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നിങ്ങൾ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഡൗട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഭൂരിഭാഗം പേരുടെയും ഡൗട്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ റൂംമേറ്റ്സ് നമ്മുടെ ബാച്ച്മേറ്റ്സ് ആവുമോ, അതായത് ബ്രില്യൻറ്റിലെ ബാച്ച്മേറ്റ്സ് ആവുമോ, അല്ലെങ്കിൽ പിന്നെ വേറത്തെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ ഹോസ്റ്റൽ അലോട്ട് ചെയ്യുന്നത്, നമ്മളുടെ റൂംമേറ്റ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റുമോ, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഫുള്ള് കുറേ ഹോസ്റ്റലിൻ്റെ പേര് നിങ്ങൾ തന്നെ തന്നിട്ട് അത് കൊള്ളാവോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാ ഹോസ്റ്റലിനെ പറ്റിയും നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ ഇല്ല. മാത്രമല്ല, ഞാൻ പഠിച്ച സമയത്തുണ്ടായിരുന്ന ഹോസ്റ്റലൊന്നും അല്ല പേര്. ഇപ്പം എനിക്ക് നല്ല രീതിയിൽ നല്ല ഹോസ്റ്റലാണെന്ന് അറിയാവുന്ന ഒരു 5 ഹോസ്റ്റലുണ്ട്. എമറാൾഡ്, മാരിഗോൾഡ്, റെസിഡൻസ് കുറുമുണ്ട, അവിടെയായിരുന്നു ഞാൻ പഠിച്ചത്. പിന്നെ ലിറ്റിൽ ഫ്ലവർ നല്ലതാണ്, ചെറുപ്പുങ്കൽ കുറുമുണ്ട നല്ലതാണ്. അപ്പം ഈ ലിറ്റിൽ ഫ്ലവർ ഓക്കെ. അപ്പോൾ അങ്ങനെ ഇത്രയും ഹോസ്റ്റലൊക്കെ നല്ലതാണ്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പിന്നെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ അവൾക്ക് ഒരു പെർസെൻറ്റേജ് മാർക്കുണ്ട്, അതിനേക്കാട്ടിൽ പെർസെൻറ്റേജ് കുറഞ്ഞ് മാർക്കുള്ളൊരു കുട്ടിക്ക് അടുത്തുള്ള ഹോസ്റ്റൽ കിട്ടി, പക്ഷെ അവൾക്ക് ഇത്തിരി ദൂരെ മാറിയാണ് ഹോസ്റ്റൽ കിട്ടിയതെന്ന്. നമ്മുടെ മാർക്കും ദൂരവും കൂടെ അല്ല, മനസ്സിലായോ? നമുക്ക് കിട്ടുന്ന മാർക്കിനനുസരിച്ച് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഹോസ്റ്റലാണ് കിട്ടുന്നത്. ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഠിക്കാൻ സൗകര്യമുള്ളതും അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ളൊരു ഹോസ്റ്റലാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഒരു ചെറിയ ക്രൈറ്റീരിയ ആണ് കേട്ടോ. ഇപ്പോൾ പറയുകയാണെങ്കിൽ റെസിഡൻസ് കുറുമുണ്ടയാണ് ലിറ്റിൽ ഫ്ലവറിനെക്കാട്ടിൽ നല്ല മാർക്കുള്ളവർക്ക് കിട്ടുന്ന ഹോസ്റ്റൽ. പക്ഷേ റെസിഡൻസ് കുറുമുണ്ട എന്ന് പറയുന്നത് ചാവറ സ്കൂളിനടുത്തും, അതായത് ബ്രില്യൻറ്റിൽ നിന്ന് അത്യാവശ്യം ഇത്ര നല്ല രീതിയിൽ നടക്കാനുണ്ടല്ലോ, അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. അതേസമയം ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ബ്രില്യൻറ്റിൻ്റെ പണ്ടത്തെ ക്യാമ്പസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു, അതായത് ഞങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള ക്യാമ്പസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസ് മനസ്സിലായോ? ഇപ്പോൾ പിന്നെ റെസിഡൻസ് കുറുമുണ്ട പഠിക്കുന്നവർക്കും ലിറ്റിൽ ഫ്ലവറിൽ പഠിക്കുന്നവർക്കും അത്യാവശ്യം സെയിം ഡിസ്റ്റൻസാണ്. കാരണം ഇപ്പോൾ ഡയമണ്ട് ബ്ലോക്കിൽ വെച്ചിട്ടാണല്ലോ ക്ലാസ് നടക്കുന്നത്. ഡയമണ്ട് ബ്ലോക്ക് എന്ന് പറയുന്ന പഴയ ക്യാമ്പസിൽ നിന്നും ഇത്രയും കൂടെ ഉള്ളിലോട്ടാണ്. അപ്പോൾ ലിറ്റിൽ ഫ്ലവർ ആവട്ടെ റെസിഡൻസ് കുറുമുണ്ട ആവട്ടെ സെയിം ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസും കാര്യങ്ങളും അല്ല ക്രൈറ്റീരിയ, നമ്മളുടെ ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ക്രൈറ്റീരിയ. അപ്പോൾ അങ്ങനെ പിന്നെ ഭൂരിഭാഗം പേരും എൻ്റെ അടുക്ക കമൻറ്റായിട്ട് ചോദിക്കുന്നത്, ചേച്ചി നല്ല സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലൊക്കെ പറഞ്ഞു തരുമോ എന്നുള്ളതാണ്. പറഞ്ഞു തരാടാ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ്. ഇന്നലെ എനിക്ക് ബ്രില്യൻ പാലയുടെ ഇൻസ്റ്റഗ്രാം ചാനലിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സൈഡിലായിട്ട് കാണിക്കാം. അതെനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം അവർ അക്സെപ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അതായത് ഇപ്പം ഞാൻ ശരിക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ മോശം ഉണ്ടെങ്കിൽ അത് മോശമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെ ചിലപ്പോൾ എനിക്ക് പെട്ടെന്നൊന്ന് പേടിച്ച് പോയി അവരുടെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഇനി അതിന് വല്ലതും ആണോ അങ്ങനെയൊക്കെ ഞാനൊന്ന് വിചാരിച്ചു പോയി. അപ്പോൾ കാരണം ഞാൻ പറയാറുണ്ടല്ലോ, അവിടുത്തെ ചില ഏജ്ഡായിട്ടുള്ള സാറുമാർ ക്ലാസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തോ PG പഠിക്കാൻ വന്നതുപോലെ അവർ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയും. അവരുടെ എക്സാം അടിപൊളിയാണ്, മെൻറ്റർഷിപ്പ് അടിപൊളിയാണ്, അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം പോരായ്മകളുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് തന്നെ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് ഈ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ റിഗാർഡിംഗ് ആണ്. അപ്പം സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൻ്റെ ഒരു ലിസ്റ്റൊക്കെ അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കണ്ടിട്ട് റിപ്ലൈ തരുവാണെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എനിക്കും വലിയ ഐഡിയ ഇല്ലടാ, കാരണം ഇപ്പോൾ വന്ന ഒരു സ്കീമാണ് ഈ സൂപ്പർവൈസ്ഡ് കൺട്രോൾഡ് എന്നൊക്കെ പറയുന്നത്. എൻ്റെ അനിയത്തി ഓൺലൈൻ ആയപ്പോൾ മുതൽ തുടങ്ങിയൊരിതാണ്. അതിന് മുന്നേ എന്ന് പറയുന്നത് ജസ്റ്റ് പ്രൈവറ്റ് ഹോസ്റ്റൽ, ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റൽ അങ്ങനെയായിരുന്നു. അപ്പം എന്തായാലും അവർ റിപ്ലൈ ചെയ്താൽ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്ക് ആർക്കും കിട്ടത്തില്ലേ, കൺട്രോൾഡിലുള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ എവിടെ പഠിച്ചാലും കിട്ടും, പക്ഷെ നമ്മൾ പഠിക്കണം. ഇപ്പം കൺട്രോൾഡിനാണെങ്കിൽ നമുക്ക് ആകെ ബ്രില്യൻറ്റിൻ്റെ ടാബ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ റെഫർ ചെയ്യണമെന്ന് വെച്ചാൽ. സൂപ്പർവൈസ്ഡ് ആണെങ്കിൽ ഞാൻ എല്ലാ സൂപ്പർവൈസ്ഡ് ഒന്നും പറയത്തില്ല, മിക്കവാറും ഉള്ള കുറേയേറെ സൂപ്പർവൈസ്ഡിലും നമുക്ക് സ്മാർട്ട് ഫോൺ അലൗഡാണ്. ഇപ്പോൾ ബ്രില്യൻറ്റിലും
സ്മാർട്ട് ഫോൺ അലൗഡാണ്. പക്ഷേ അതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി 7 to 8 മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം സൂപ്പർവൈസ്ഡിലെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം. അതിനെ നമുക്ക് 2 സെൻസിലെടുക്കാം. മിസ്യൂസ് ചെയ്യേണ്ടവർക്ക് വേണേൽ മിസ്യൂസ് ചെയ്യാം. കാരണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഉറക്ക പാട്ട് വെച്ചോ അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാം. പക്ഷേ നമുക്ക് വേറെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ കേസ് ഇനി ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് കാണാം. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ റെഫർ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് രണ്ടിനും അതിൻ്റേതായ ഇതുണ്ട്. ഇപ്പോൾ കൺട്രോളറാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്റ്റേണൽ സോഴ്സ് ഒന്നുമില്ല പഠിക്കാനായിട്ട്. പക്ഷേ അതുപോലെ ഡിസ്ട്രാക്ഷൻസും ഇല്ല. സൂപ്പർവൈസ്ഡിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്, അതുപോലെ ഡിസ്ട്രാക്ഷൻസും ഉണ്ട്. നിങ്ങൾ ആ പറഞ്ഞ ഡിഫറൻസ് മനസ്സിലായോ? പിന്നെ കൺട്രോളിലുള്ളവർക്ക് കൺട്രോളിലുള്ളവർക്ക് മാത്രമേ കിട്ടുമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയട്ടെ, ബ്രില്യൻറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം അഡ്മിഷൻ എടുത്തത് 25K പിള്ളേരായിരുന്നു. അതായത് 25,000 പിള്ളേരായിരുന്നു. അതിൽ എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടും? നമ്മുടെ കേരളത്തിൽ എത്ര സീറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നോക്കി അറിയാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും പേർക്കല്ലേ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് കൺട്രോളർ പഠിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ കൺട്രോളർ പിള്ളേർക്ക് കിട്ടാൻ ഇത്രയും കൂടെ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും ഹൈ മാർക്കിൽ വന്നവരല്ലേ. അന്നേരം അവർക്ക് ഇപ്പോൾ ഇത്തിരി മാർക്ക് കുറഞ്ഞവരെക്കാട്ടിലും കൂടുതൽ കുറച്ച് കാര്യങ്ങൾ അറിയായിരിക്കും. അപ്പോൾ അവർ തുടക്കം മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് സ്കോർ ചെയ്ത് പോകുമ്പോൾ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും. പക്ഷേ ബാക്കിയുള്ളവരെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു ലെവലിൽ എത്തുമ്പോൾ തന്നെ നമ്മളെ പരമാവധി സമയം കയ്യിൽ നിന്ന് പോകും. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതേ ഉള്ളൂ. പക്ഷേ അതും വലിയ കാര്യമാക്കാനായിട്ടില്ല. നമ്മുടെ സൂപ്പർവൈസിലുള്ള കുറേ പേർക്ക് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാലുണ്ടല്ലോടാ, നമുക്ക് ഈ മാർക്ക് കുറയും തോറും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ പിന്നെ പഠിക്കാതെ ആവും. ഇപ്പോൾ ഞാൻ തന്നെയും കുറേ എഫേർട്ട് ഇട്ടാണ് മിക്കവാറും ഉള്ള കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടൊന്നും എന്നെ ജഡ്ജ് ചെയ്യേണ്ട. കാരണം എനിക്ക് മൈക്ക് ഇല്ലടാ. അന്നേരം താഴെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഇതൊരു ഹോസ്റ്റലാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ബഹളമാണ്. ഇവിടെ ആകെ ഇത്തിരി സൈലൻ്റ് ആവുന്ന എക്സാം ടൈമിൽ മാത്രമാണ്. എക്സാം ടൈമിൽ അതിൻ്റേതായ ഒരു ബഹളമുണ്ട്. ഇതെന്തുവാടാ ഇതൊന്ന് പറഞ്ഞു തരുവോടാ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ടും ഇടുന്നില്ല എന്നല്ല. അപ്പോൾ അതുപോലെ തന്നെ എന്നിട്ട് എനിക്ക് ചില വീഡിയോസിനൊന്നും എനിക്ക് ഞാൻ ആ വീഡിയോ ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള വ്യൂസ് കിട്ടുന്നില്ല. പക്ഷേ അതിൽ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചാൽ നടക്കില്ല. അത് ഗ്രാജുവലി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ആദ്യം നമ്മൾ ഭയങ്കര രീതിയിൽ ഡിമോട്ടിവേറ്റഡ് ആയി നമുക്ക് ഒട്ടും മാർക്കില്ലെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ മാറും, ഞാൻ ഇത്തിരി കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും. നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. മറ്റുള്ള റേസോഴ്സിനെ പോലെ നിങ്ങൾ നിർത്താതെ ഓടിക്കൊണ്ടേ ഇരിക്കുക. നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ബ്രില്യൻറ്റിൻ്റെ എക്സാമിനൊന്നും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചോ. പക്ഷെ നമുക്ക് അതല്ലല്ലോ അവസാനത്തെ വാക്ക്. നമുക്ക് നീറ്റ് എക്സാം അല്ലേ അവസാനത്തെ വാക്ക്. അപ്പോൾ നിങ്ങളത് അവസാനം വരെ നിങ്ങൾക്ക് അത്രയും മാർക്കില്ലെങ്കിലും നിങ്ങൾ പരമാവധി ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കടാ. ടോപ്പിക്സ് സ്കിപ്പ് അടിക്കരുത്. പരമാവധി ടോപ്പിക്സ് കവർ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് പോയി എഴുതുക. നിങ്ങൾ പഠിക്കുന്നിടത്തുനിന്ന് മാത്രവും അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തെടുത്തുനിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളെങ്കിലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ഹോപ്പ് ചെയ്തിട്ട് പോയി എക്സാംസൊക്കെ എഴുതാൻ നോക്കുക. പരമാവധി നിങ്ങളുടെ എഫേർട്ട് ഫുൾ ഇട്ടിട്ട് നോക്കുക. ഇപ്പോൾ ഞാൻ പറയട്ടെ, ചില ദിവസം മിക്കവാറും നമ്മളിപ്പം ഇപ്പോൾ തുടക്കമൊന്നും വലിയ സീൻ കാണത്തില്ല. അങ്ങോട്ട് ചെല്ലുന്തോറും ചിലപ്പോൾ 3 ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ ടഫായിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക്സോ ചിലപ്പം ഫോട്ടോസിന്തസിസോ ഹൈഡ്രോ കാർബണോ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് 3ഉം തന്നെ പഠിച്ച് കവർ ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ചിലവർ ചെയ്യുന്ന പരിപാടിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്കിപ്പ് ചെയ്തിട്ട് ഹൈഡ്രോ കാർബണും ഫോട്ടോസിന്തസിസും കൂടെ പഠിച്ചിട്ട് പോയി എഴുതും. അങ്ങനെ ചെയ്യരുതടാ. കാരണം നമുക്ക് ഇതിപ്പോൾ ഈ വീക്ക്ലി എക്സാമിന് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ ഇനി ഇതേ ടോപ്പിക്സ് പഠിക്കാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിൻ്റെയോ ക്രിസ്മസിൻ്റെയോ അല്ലെങ്കിൽ പൂജയുടെയോ മോഡലിനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ ഈ 3 ഒരാഴ്ച കൊണ്ട് നമുക്ക് 3 സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പം കുറേയേറെ വീക്ക്ലി എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്തിട്ടായിരിക്കും മോഡൽ എക്സാമിന് വരുന്നത്. അതായത് ഒരു 5-6 തിങ്കളാഴ്ച, അതായത് 5-6 മൺഡേ നടത്തുന്ന എക്സാമിൻസിൻ്റെ ടോപ്പിക്സ് ക്ലബ് ചെയ്തിട്ടായിരിക്കും മോഡൽ എക്സാമിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും പഠിച്ചിട്ടില്ലാത്തൊരു ചാപ്റ്റർ പഠിക്കാൻ പാടാണ്. അപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് അങ്ങ് വിടാതെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 3 ചാപ്റ്ററും പഠിച്ചിട്ട് പോയി എഴുതാൻ നോക്കുക. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ വിട്ടാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന 200 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പരമാവധി ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ബാക്കിയുള്ള 2 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ ഇക്വേഷൻസും അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തിട്ട് പോയി എഴുതാൻ നോക്കാം. അന്നേരം നമുക്ക് ഈ 200 ഒരു 100 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോടാ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുക. കാരണം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടത്തില്ലടാ. കാരണം ഒരു വട്ടം പഠിച്ച ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്യാൻ തന്നെയും നമുക്ക് ടൈം കിട്ടത്തില്ല. അന്നേരം ഇങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എനിക്കും കൂടെ പറ്റിയിട്ടുള്ള മണ്ടത്തരമാണ്. ഞാൻ മോഡൽ എക്സാമിന് പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2-3 ചാപ്റ്ററൊക്കെ സ്കിപ്പ് അടിച്ചിട്ട് പോയി എഴുതിയിട്ടുണ്ട്. അത് ശരിക്കും
കോവിഡൊക്കെ വന്നിട്ടാണ് അത്രയും പോർഷൻസ് കവർ ചെയ്യാനെങ്കിലും പറ്റിയത്. കാരണം എക്സാം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയില്ലേ, അല്ലെങ്കിൽ അത്രയും പോർഷൻസ് കവർ ചെയ്ത് പോലും എഴുതാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെടാ ഇന്നലെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എടാ എനിക്ക് അത്യാവശ്യം ഒത്തിരി കമൻറ്റ്സ് വരുന്നുണ്ട്. ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട്. ഒരു 10-25 റിക്വസ്റ്റോളം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 20 അല്ലെന്ന് തോന്നുന്നു, 25 അല്ല, കുറേ ഉണ്ട്. അപ്പോൾ അതിലൊരു 10-15 പേർക്ക് ഞാൻ ഇന്നലെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എടാ ഇത് ഇത്രയും എനിക്ക് ചില സാഹചര്യങ്ങളിലേടാ പണി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റേഷനൊക്കെ ഉള്ള ദിവസങ്ങളിൽ പിന്നെ ഈ എൻഗേജ്മെൻറ്റൊക്കെ വന്നില്ലേ, അപ്പോൾ ഫുള്ള് ബിസിയായി പോയി അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഞാൻ കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ വന്ന ഒരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് വെച്ചാൽ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ പഠിച്ചാൽ കിട്ടുമോ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അപ്പം അതെന്തായാലും കിട്ടുമോടാ. കുറേ പേര് കൺട്രോൾഡ് ഹോസ്റ്റലിൽ കിട്ടാൻ മാർക്കുണ്ടെങ്കിലും സൂപ്പർവൈസ്ഡിൽ പോയി ജോയിൻ ചെയ്യും. കാരണം അവർക്ക് എക്സ്റ്റേണൽ സോഴ്സ്, അതായത് യൂട്യൂബോ ഗൂഗിളോ ഒക്കെ ഉപയോഗിച്ച് പഠിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇതാക്കാൻ വിചാരിക്കേണ്ട. കുറേ പേര് വീടെടുത്ത് വരെ നിന്ന് പഠിക്കുന്നില്ലേ, അപ്പം അതൊക്കെ മീൻസ് അവരെ മാത്രമല്ലേ കാണുന്നുള്ളൂ. എന്നിട്ട് അവർക്ക് കിട്ടാതൊന്നും ഇരിക്കുന്നില്ലല്ലോ, കുറേ പേർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെന്താ, പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണ് ബ്രില്യൻറ്റിൽ ബേസിൻ്റെ ക്ലാസ് എടുത്തില്ലായിരുന്നു. അതായത് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് പോലും ഒന്നും മനസ്സിലായില്ല ചേച്ചി. എൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്, ലോണൊക്കെ എടുത്തിട്ടാണ് എന്നെ പഠിപ്പിക്കാനായിട്ട് വിടുന്നത്. അപ്പം എനിക്ക് ഈ 2 ലക്ഷം രൂപയൊക്കെ ചിലവാക്കിയിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിലോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറ്റുവാണെങ്കിൽ ആ ഓഡിയോ ഇതിൻ്റെ കൂടെ ഒന്ന് കേൾപ്പിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അന്നേരം ബേസിക്സിൻ്റെ ക്ലാസ് പോലും മനസ്സിലായില്ല. എടാ ശരിക്കും പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ, നമ്മുടെ +2 ലെവലെന്ന് പറഞ്ഞൊരു കായലായിട്ട് നിങ്ങളെ സങ്കല്പിച്ചോ. നമ്മൾ കായലിൽ നിന്ന് ശരിക്കും കടലിലോട്ടാണ് ഇറങ്ങുന്നത്, മനസ്സിലായോ? പിന്നെ നമ്മളിപ്പം MBBSൻ്റെ കാര്യം എന്ന് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ കടലിൻ്റെ തൊട്ടറ്റത്തുനിന്ന് നമ്മളെ നടുക്കടലിൽ പിടിച്ചിട്ട അവസ്ഥയായിരിക്കും. ഇപ്പം 3 എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ് അവിടെ. ആ ഒരു ജംഗ്ഷൻ ഇപ്പം നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് വരുമ്പം റിഫ്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഒരിടത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റേതായ തെന്നിമാറലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പം എൻ്റെലി ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് ഒബ്ജക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് വരുവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇത് എന്നെക്കൊണ്ടങ്ങ് പറ്റും, ഇതൊക്കെ വളരെ സിമ്പിൾ ടാസ്ക്കാണ്, എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റും, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. പക്ഷെ അതൊരിക്കലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാവരുത്. നമ്മൾ കുറേ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല, അങ്ങനെ ആവരുത്. എടാ മെയിനായിട്ട് ഈ ബേസിക്സ് മനസ്സിലാവാത്തതിന് വേറൊരു കാരണവും കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയർ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. പക്ഷേ ബ്രില്യൻറ്റിൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഓർഡറിലായിരിക്കത്തില്ല പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിപ്പിച്ചിട്ടായിരിക്കും നിങ്ങളെ വന്നിട്ട് റിഡോക്സ് പഠിപ്പിക്കുന്നത്. അതുപോലെ ഓർഗാനിക്കിൽ വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് നോമൻക്ലേച്ചറിൻ്റെ ക്ലാസ് വരുന്നത്. അപ്പം നമുക്കിപ്പം ഓർഗാനിക്കിനകത്തിൽ ചില ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നെയിമിങ്, അതായത് അത്യാവശ്യമുള്ള നെയിമിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടേ തുടങ്ങത്തുള്ളൂ. ചിലവരെന്ന് പറഞ്ഞാൽ നിങ്ങൾ 12th പഠിപ്പിച്ചല്ലേ എന്ന് വിചാരിച്ച് ഡയറക്റ്റായിട്ട് വന്ന് ഓർഗാനിക്ക് തുടങ്ങും. അന്നേരം നമുക്കൊരു കോമ്പൗണ്ടിൻ്റെ പേര് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻസ് മനസ്സിലാവുന്നത്? പിന്നെ നമ്മൾ പതിയെ അപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും നമ്മൾ ഈ നോമൻക്ലേച്ചറിൻ്റെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ക്ലിയർ ആവും, മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ബേസിക്സ് പലയിടത്തും കൂടെ കിടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. പക്ഷേ അത് അതിൻ്റേതായ സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാവൂടാ. ഇപ്പം ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കുവാണെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യലൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പാടാണ്. നിങ്ങൾ 12th പോലെയല്ലടാ, കുറേ കോമ്പൗണ്ട്സിൻ്റെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഭയങ്കര പാടാണ്. അതേസമയം റിഡോക്സ് കഴിഞ്ഞ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ബാലൻസിങ്ങും ഒക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുവാണെങ്കിൽ അത് സിമ്പിളാണ്. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ബേസിക്സ് വാരി എറിഞ്ഞ് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് അതിൻ്റേതായ ഒരു ഫ്ലോയിൽ എത്തുമ്പം ശരിയായിക്കോളും. നമ്മളിപ്പം ഈ നീറ്റിന് പഠിക്കുമ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ആ ഒരു ഓർഡറിൽ റിവിഷൻ ചെയ്തിട്ടല്ലേ പോയി എഴുതത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ട്രബിളൊന്നും നിങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അപ്പോൾ ബേസിക്സ് ഇപ്പോൾ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്യും, അങ്ങനത്തെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. അതാത് ചാപ്റ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾക്കതങ്ങ് ക്ലിയർ ആയിട്ട് പൊക്കോളും. ഇപ്പോൾ ഈ ഒരു 2 ഡൗട്ടാണ് ഞാൻ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ചെയ്യുന്നത്. ഇതാണ് രണ്ടും ശരിക്കും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കിതിൻ്റെ അടിയിൽ, അതായത് കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും വേറെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തായാലും ജൂൺ വരെയൊക്കെയല്ലേ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണൊന്നും അലോഡൊന്നും ആയിരിക്കില്ല, അപ്പോൾ പറ്റില്ല. സൂപ്പർവൈസിൽ ഉള്ള ചില ക്വസ്റ്റ്യങ്ങൾക്കെങ്കിലും കാണാനൊക്കെ പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന്, അതായത് പോകുന്നതിന് മുന്നേ അറിഞ്ഞ് വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കട്ടെ, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാവേടാ. എടാ എനിക്കൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് പേര് അതൊരു ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എനിക്ക് ബ്രില്യൻറ്റിൽ നിന്ന് റെസിഡൻസ് കുറുമുണ്ട ഹോസ്റ്റൽ അലോട്ട് ചെയ്തല്ലോ. ഇപ്പോൾ എനിക്കെന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് 98%
100% മാർക്കായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ എനിക്ക് അവരെനിക്ക് എടുത്തു തരുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് 98%-ൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഹോസ്റ്റൽ മുതൽ താഴോട്ടായിരുന്നു. മനസ്സിലായോ? അതേ ലിസ്റ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ 100% മാർക്ക് മേടിച്ച ഒരാൾക്ക്. 100% മാർക്ക് മേടിച്ച ഒരാൾക്ക് എമറാൾഡും മാരിഗോൾഡും ഒക്കെ അവരുടെ ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇത്തിരി കൂടെ താഴോട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ മാരിഗോൾഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. എനിക്ക് റെസിഡൻസ് കുറുമുണ്ട മുതൽ താഴോട്ടുള്ള ഹോസ്റ്റലായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു എൻ്റെ അടുക്ക, അതായത് റെസിഡൻസ് കുറുമുണ്ട വേണോ, ലിറ്റിൽ ഫ്ലവർ വേണോ, അങ്ങനെ താഴോട്ട് കുറേ ഹോസ്റ്റലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്ക മാം പറഞ്ഞു ലിറ്റിൽ ഫ്ലവറിൽ എന്തോ ഒരു റൂമിൽ ഇത്ര പേരാണ്, റെസിഡൻസ് കുറുമുണ്ടയിലാകെ റൂമിൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചോയ്സ് കൊണ്ടാണ് ഞാൻ റെസിഡൻസ് കുറുമുണ്ട ചൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കാൻ നേരം മാം നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റാണ്. ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു ബാത്റൂം അങ്ങനെ കാണത്തില്ലേ, അതുപോലെ ഇവരൊരു ഫ്ലാറ്റിനെ അങ്ങ് ഹോസ്റ്റലാക്കിയേക്കുവാണ്. എന്നിട്ട് ഹാളിൽ 2 കട്ടിലുണ്ട്, 2 ബെഡ്റൂമിൽ 2 കട്ടിലുണ്ട്. ആ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഹാളിലുള്ളവർ നമ്മുടെ ഈ 2 ബെഡ്റൂമിൽ ഏതെങ്കിലും ഒരു ബാത്റൂം ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആ ഒരു ബാത്റൂം പോലുള്ള ഒരു കുഞ്ഞ് സ്പേസില്ലേ, ബാത്റൂം അല്ല ഒരു കിച്ചൺ സ്പേസ് എന്ന് പറയാം, ആ കിച്ചൺ സ്പേസിലായിരുന്നു ഒരു സിംഗിൾ റൂം ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഹാളിൽ 2 ബെഡ്, 2 ബെഡ്റൂമിലും 2 ബെഡ്, കിച്ചണിൽ ഒരൊറ്റ ബെഡ്, അത് സിംഗിൾ റൂമായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്ക മാം കയറിയ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിംഗിൾ റൂം വേണം എന്നുള്ള വല്ല പ്രയോറിറ്റീസ് ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാവോ, നമ്മുടെ ഇപ്പോൾ വീട്ടിലൊക്കെ പോലെ ഒരു റൂം എന്നാണ് ഞാൻ വിചാരിച്ചത്. സാധാ ഹോസ്റ്റലെന്ന് പറയുമ്പോൾ എന്താ ഒരു റൂം, വീണ്ടും അപ്പുറത്ത് വേറെ റൂം, അങ്ങനെയല്ലേ. അപ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷനുള്ള ആളായതുകൊണ്ട് അമ്മ പറഞ്ഞു ഇത് സിംഗിൾ റൂം ഒന്നും വേണ്ട, ടെൻഷൻ കയറും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഡബിൾ റൂം എടുത്തത്. പക്ഷേ ഈ ഡബിൾ റൂംസിൻ്റെ ഒക്കെ അകത്ത്, അതായത് ഒരു ഫ്ലാറ്റിനകത്ത് നമ്മൾ ഓരോരുത്തർ, അതായത് നമ്മളൊരു ഇപ്പോൾ എത്ര 2, 4, 6, 7 പേര് ഒരു ഫ്ലാറ്റ് മേറ്റ്സ് പോലെയായിരുന്നു. മനസ്സിലായോ? അതാണ് ഞാൻ ഇന്നലെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതത്ര ഉള്ളടാ. ടാറ്റ. ഇപ്പോഴും പറഞ്ഞത് ക്ലിയർ ആയോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ടാറ്റ.